നീ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ. എന്തേ, അതിനടുത്തുള്ള ആരെങ്കിലും ആണോ നിന്റെ ഇപ്പോഴത്തെ ക്രഷ്? ശ്രീകുട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാക്കുന്നവന്റെ ഒരുക്കമൊക്കെ നോക്കിക്കൊണ്ട് ബെഡിൽ ചാഞ്ഞിക്കിടന്ന് അലസമായി ചോദിച്ചു ഉണ്ണി. എന്താ എന്തേട്ടൻ ചോദിച്ചേ? ക്രഷോ? എനിക്കോ? ഉണ്ണിയുടെ ചോദ്യത്തിനൊന്ന് ഞെട്ടി വിച്ചൻ പെർഫ്യൂം ബോട്ടിൽ തിരികെ വെച്ചുകൊണ്ട് തിരക്കി. എന്തേ, നിനക്ക് ആരോടും അങ്ങനെ തോന്നിക്കൂടെ? അങ്ങനെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഉണ്ണി തിരക്കി. എനിക്കങ്ങനെ ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി തോന്നിയാ ഏട്ടനോട് പറയാം, സമയമാകുമ്പോ. ഉണ്ണിയെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് വിച്ചൻ പറഞ്ഞു. ആദ്യം ഇത്തിരി ഉച്ചത്തിലും അവസാനം അവനത് മാത്രം കേൾക്കാൻ കണക്കിനുമായിരുന്നു എന്ന് മാത്രം. എടാ, അപ്പോ ബസ്സിൽ വെച്ച് കാണുന്ന നിന്റെ ദിവ്യ, അതുപോലെ കോളേജിലെ ലിയ, ഇവരൊക്കെയാ? കയ്യിൽ തല താങ്ങിക്കിടന്നുകൊണ്ട് ഉണ്ണി ചോദിച്ചു. അവരോടൊന്നും ഈ വിശ്വജിത്തിന് ഒരു ചുക്കും തോന്നിയിട്ടില്ല. അവർക്ക് എന്നോടാണ് താല്പര്യം തോന്നിയതും നോക്കി വെള്ളം ഇറക്കുന്നതും ഇങ്ങോട്ട് വന്ന് പറഞ്ഞതും ഒന്ന് ചിരിച്ചു വിട്ടതല്ലാതെ ആരോട് ഞാൻ സമ്മതം പറഞ്ഞിട്ടില്ലേ. ഉടനെയൊന്നും പറയേയില്ല. അത് എന്റെ ഏട്ടനറിയാം, എന്നും എനിക്കറിയാം. പിന്നെ എന്റെ കാര്യം സെറ്റാവാൻ ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്. പക്ഷേ എന്റെ ഏട്ടന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം പെണ്ണും ചെറുക്കനും ഒരുപോലെ പുര നിറഞ്ഞു നിൽക്കുവാണല്ലോ. ഉണ്ണിക്കരികിൽ വന്നിരുന്ന് അവന്റെ താടിയിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് വിച്ചൻ പറഞ്ഞു. അവന്റെ ഒപ്പം പഠിച്ച ഇപ്പൊ ഒരുമിച്ച് തന്നെ PSC വഴി ജോലി കിട്ടിയ അമല എന്ന പെൺകുട്ടിയുമായി കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രണയത്തിലാണ് ഉണ്ണി. അമല ക്രിസ്ത്യനാണ് എന്നതാണ് വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കാനുള്ള ഉണ്ണിയുടെ തടസ്സം. ആശയാണ് അവന് പേടിയും. അമലയുടെ മുഖം മുള്ളിൽ തെളിയെ പുഞ്ചിരിയുടെ ബെഡിൽ ചാഞ്ഞു കിടന്ന ഉണ്ണി. എങ്കിലും ഇവിടെ കിടന്ന് എന്റെ ഏട്ടത്തിക്കൊപ്പം ഉള്ള സുന്ദര നിമിഷങ്ങളായി വീർക്ക് ഞാൻ പോയി കാണേണ്ടവരൊക്കെ കണ്ടിട്ട് വരാം. ഉണ്ണിയോട് പറയുമ്പോൾ ഉണ്ടക്കണ്ണും വീർത്ത കവളും കൂർപ്പിച്ചുള്ള നോട്ടവുമായി നിൽക്കുന്നൊരു കുഞ്ഞു പെണ്ണ് അവന്റെ നെഞ്ചിൽ അങ്ങ് നിറഞ്ഞു നിന്നിരുന്നു. നടക്കട്ടെ, ഞാൻ പിടിച്ചോളാം. നീ എവിടെയാ കൊളുത്തിയതെന്ന് അവന്റെ പോക്ക് നോക്കിയെന്ന ഉണ്ണി കിടന്ന കിടപ്പിൽ വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ. ബൈക്കിലേക്ക് കയറുമ്പോൾ അവൻ തിരികെയും പറഞ്ഞു. കണ്ടോ ശ്രീമേ, അമ്മൂട്ടി ചേച്ചിയുടെ മുഖത്തൊക്കെ നിറയെ കുരുവ. അമ്മൂട്ടിയുടെ കവളിലും നെറ്റിയിലും നിറഞ്ഞു നിൽക്കുന്ന കുരുക്കളിൽ വിരൽ ഓടിച്ചുകൊണ്ട് അച്ചുട്ടി പറഞ്ഞു. ബീഫ് കറി ഉണ്ടാക്കിയതും കപ്പയുമായിട്ട് വന്നതാണ് അങ്ങോട്ട്. അപ്പോഴാണ് അച്ഛൻ്റെ പറച്ചിൽ. അതൊക്കെ ഈ പ്രായത്തിൽ എല്ലാ പെൺകുട്ടികൾക്കും വരും കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അമ്മൂട്ടി വലിയ കുട്ടിയാവാൻ പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ശ്രീമ കുഞ്ഞിനോട് പറഞ്ഞു തന്നിട്ടില്ലേ, മറന്നുപോയതൊക്കെ? ചെറുചീരിയോടെ അമ്മൂട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീകുട്ടി ചോദിച്ചു. ഓർമ്മയുണ്ടല്ലോ. സ്ത്രീയുടെ നെഞ്ചോരം ചേർന്നെന്ന് അവൾ മെല്ലെ പറഞ്ഞു. വാ, കപ്പ കഴിക്കാം, എന്റെ മക്കൾക്ക് ഇഷ്ടമല്ലേ? അച്ചൂട്ടിയെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ തിരക്കി. ഇഷ്ടമാണല്ലോ. അച്ചുട്ടി പെട്ടെന്ന് തന്നെ പറയുമ്പോൾ അമ്മൂട്ടി പതുങ്ങിന്ന് ചിരിച്ചതേയുള്ളൂ. അച്ഛമ്മ ഇവിടെ കണ്ടില്ലല്ലോ. ശ്രീകുട്ടിയുടെ കയ്യിലിരുന്ന പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ മേലെ വെച്ചിട്ട് തിരക്കി. മീൻ വൃത്തിയാക്കാണ് ശ്രീയമ്മ, വായോ. അമ്മൂട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ദേ ചേട്ടൻ വന്നല്ലോ. പിന്നാമ്പുറത്തേക്ക് പോകാൻ തിരിഞ്ഞ ശ്രീകുട്ടി അച്ഛൻ്റെ പറച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കി. നീ എപ്പോ വന്നടാ? ഇന്നലെ വിളിച്ചപ്പോ നീ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. തന്റെ അടുത്തേക്ക് വരുന്ന വിച്ചനെ കണ്ട് സന്തോഷത്തിൽ ശ്രീകുട്ടി ചോദിച്ചു. ഞാനിപ്പോ വന്നിട്ടേയുള്ളൂ. അപ്പോ അച്ഛമ്മ പറഞ്ഞു മാമി ഇങ്ങോട്ട് ഇറങ്ങിയെന്ന്. അപ്പൊ പിന്നെ ഞാനിങ്ങ് പോന്നു. ബാലുമാമനില്ലേ ഇവിടെ? അമ്മൂട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവൻ ചോദിച്ചത്. അച്ഛൻ പുറത്തു പോയിരിക്കുക. എന്തെന്നറിയാത്ത നേരത്തെ വിറയിലൂടെ അമ്മ പറഞ്ഞു. ആ വിറയ്ക്കുന്ന വാക്കുകളും പതർന്ന നോട്ടവും വിച്ചന നെഞ്ചിൽ എന്തോന്ന് ഇരച്ചു കയറി വന്നു. അവൻ തലയിന്ന് കുടഞ്ഞ് തുള്ളി മറയുന്ന ഹൃദയത്തെ നേരെ നിർത്താൻ ശ്രമിച്ചു. ചേട്ടാ, നമുക്കേ അന്നത്തെ പോലെ ചൂണ്ടിടാൻ പോകാവോ? അച്ചുട്ടി അവന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് തിരക്കി. ചൂണ്ടിടാൻ ഉച്ച കഴിഞ്ഞ് പോകാം. അച്ചുവിന്റെ തലയിൽ നിന്ന് കൊട്ടിയിട്ട് ദീർഘനിശ്വാസത്തോടെ വിച്ചം പറഞ്ഞു. എന്തിനാ എന്റെ ലേഖമേ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ലേഖ ഉച്ചിൽ വാരി കെട്ടി വെച്ചിരുന്ന തലമുടിയിൽ ഒരു തട്ട് തട്ടിക്കൊണ്ട് വിച്ചം തിരക്കി. എടാ മക്കളെ, ഞാൻ കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം പറയാനേ വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതിവിടെ മറക്കണം. അല്ല, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്നും നടത്തി കിട്ടാൻ നീ എനിക്കൊപ്പം നിൽക്കണം. ഗൗരവത്തോടെ ലേഖ പറയുന്ന കേട്ട് അവന്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു. എന്തിനിപ്പം മൂക്കുവര ലേഖ അമ്മ? കാര്യം പറഞ്ഞോ? വിച്ചമ്മല്ല പറഞ്ഞു. നമുക്ക് ബാലുവിനെയും ശ്രീകുട്ടിയും ചേർത്ത് വെച്ചാലോ വെച്ചാ? ലേഖ ഒറ്റ ശ്വാസത്തിൽ തിരക്കി. എന്താന്ന്? മിഴിഞ്ഞ കണ്ണുകളുടെ വിച്ചൻ ഒന്നോടെ ചോദിച്ചു. ബാലുവിനെയും ശ്രീകുട്ടിയെയും പിടിച്ച് കെട്ടിച്ചാലോന്ന്? ലേഖയുടെ ചോദ്യം മനസ്സിലായതും വിച്ചിന്റെ കണ്ണുകളിൽ നനവൂറി. വിച്ച, എന്റെ അനിയന്റെ എല്ലാ കുറവുകളും എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. ഒന്നും ഒളിക്കാനോ കൂടുതൽ പറഞ്ഞറിയിക്കാനോ ഇല്ല. അടുത്ത മാസം ആ ശ്യാമയുമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിക്കും. അത് കഴിഞ്ഞ് അവരെ ഒരുമിപ്പിക്കാൻ നീ എന്റെ കൂടെ നിൽക്കോ? അതാണ് എനിക്കറിയേണ്ടത്. ഇത് എന്റെ മാത്രം ആലോചനയാണ്. അമ്മയെ ബാലു അറിഞ്ഞിട്ടില്ല. ശ്രീകുട്ടിക്ക് സമ്മതമാണെങ്കിൽ ബാലുവിനോട് സംസാരിക്കുന്ന മുരളിയേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അവനെയും ആ കുഞ്ഞുങ്ങളെയും വിശ്വസിച്ചേൽപ്പിക്കാൻ അവളോട് ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ വേറെയില്ല വിച്ച.
ഇനി ഞാൻ പറഞ്ഞത് തെറ്റായി നിനക്ക് തോന്നെങ്കിൽ ഇതിവിടെ മറന്നേക്ക്. വിച്ചന്റെ നിറഞ്ഞ കണ്ണുകൾക്കാണെ വല്ലായ്മയുടെ സ്വന്തം കണ്ണുകളും തുടച്ചുകൊണ്ട് രേഖ തുറന്നു പറഞ്ഞു. ഞാൻ മാമിയോട് സംസാരിക്കാൻ ലേഖമാ. മാമിയുടെ മറുപടി അറിഞ്ഞിട്ട് മതി ഇനി ആരോടെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. മാമിക്ക് ബാലുമാമനേക്കാൾ നല്ലൊരാളെ കിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വിച്ചിൻ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അപ്പം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടക്കുകയും ചെയ്തു. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ലേഖ എന്നോട് മുഖവും കണ്ണും തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാനെന്നാ അപ്പുറത്തേക്ക് പോവാണ്. ലേഖമേ, തരം പോലെ മാമിയോട് ഞാൻ ചോദിക്കാൻ കേട്ടോ. വിഷമിക്കേണ്ട, എല്ലാം നന്നായി നടക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വാടിയ മുഖത്തോടെ നിൽക്കുന്ന ലേഖയോട് വിച്ചൻ വീണ്ടും പറഞ്ഞു. അവൻ പറഞ്ഞതിന് മറുപടി ലേഖ നിറമിലൊന്ന് മൂളിയതേയുള്ളൂ. ലേഖയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിച്ചൻ നേരെ തോട്ടുവാക്കിലേക്കാണ് പോയത്. ഈ സമയം അവിടെ ആരും ഉണ്ടാവില്ലെന്ന് അവനറിയാം. ഇത്തിരി നേരം ഒറ്റയ്ക്കിരിക്കണം. ലേഖമ്മ പറഞ്ഞ കാര്യം ശ്രീകുട്ടിയോട് അച്ഛമ്മയോടൊക്കെ എങ്ങനെ അവതരിപ്പിക്കണം എന്നതൊക്കെ ഒന്ന് മനസ്സിലിട്ട് ചിറ്റയുടെ അടുക്കി പിറക്കി വെക്കാൻ ഇത്തിരി നേരം അവൻ ആവശ്യമായിരുന്നു. നീത് ഈ പൊരി വയലത്ത് എവിടെ പോയിരുന്നോ ചക്ക? ഞാൻ കുഞ്ഞേട്ടനെ എവിടെ നോക്കിയപ്പോ കണ്ടില്ലായിരുന്നല്ലോ. കുറേയേറെ നേരം ആ തോട്ടുവാക്കിലിരുന്ന ശേഷം വീട്ടിലേക്ക് വന്നവനെ പിടിച്ചു നിർത്തി ചോദിച്ചു ശ്രീകുട്ടി. ഞാൻ ആ തോട്ടുവാക്കിലുണ്ടായിരുന്നല്ലോ മാമി, അങ്ങോട്ട് വരാമായിരുന്നില്ലേ? വിച്ചൻ അവളെ കവളന്ന് കിള്ളിക്കൊണ്ട് പറഞ്ഞു. ചുമ്മാതെയല്ല, മൂക്കും കണ്ണുമൊക്കെ ചുവന്നിരിക്കുന്നത് അവിടുത്തെ വെയിൽ മുഴുവനും കൊണ്ടു അല്ലടാ. അവന്റെ ചുവന്നു പോയ മുഖവും കണ്ണും നോക്കി വാത്സല്യത്തോടെ ശ്രീകുട്ടി തിരക്കി. അവിടെ വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്കിന് അവിടെ ചൂണ്ടയിടുന്ന് നോക്കിയിരുന്നതാണ്. വിച്ചൻ അവളെയും പിടിച്ച് അകത്തേക്ക് കയറുന്നതിനിടയിൽ പറഞ്ഞു. വൈകിട്ട് നീ എന്റെ കൊച്ചിനെ തോട്ടിൽ ചൂണ്ടയിടാൻ കൊണ്ടുപോകണം. പറ്റിക്കരുത്, അവിടുത്തെ പ്രതീക്ഷ ഇരിക്കുന്നുണ്ടാകും. അച്ചുട്ടി ചൂണ്ടയിടാനുള്ള ആഗ്രഹം പറഞ്ഞതോർത്ത് ശ്രീകുട്ടി അവനെ ഓർമ്മിപ്പിച്ചു. അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിനു മുൻപ് എനിക്ക് മാമിയോടൊന്ന് സംസാരിക്കണം. വൈകിട്ട് അച്ചൂട്ടിയും കൊണ്ട് ഞാൻ തോട്ടുവക്കിൽ പോകുമ്പോൾ മാമിയും കൂടെ വേണം. അമ്മൂട്ടി കൂടെ വേണ്ട കേട്ടോ മാമി. അവളുടെ കൈ വിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞു. ഒരു 4 വർഷം മുൻപ് എന്തുകൊണ്ട് അശോകം മാമനെ മാമയ്ക്ക് വിവാഹം കഴിച്ചുവിടാത്തത്? മാമൻ പാവാണ്, മാമി പൊന്നു പോലെ നോക്കും എന്ന് പറഞ്ഞൊരു 16-കാരന്റെ ഗൗരവം ആ നിമിഷം ശ്രീകുട്ടി വീണ്ടും വിച്ചനിൽ കണ്ടു. എന്താകും അവന് തന്നോട് സംസാരിക്കാനുള്ളത്? ഇനിയും ഒരു വിവാഹത്തെക്കുറിച്ചാകുമോ? അവന് പിന്നാലെ പോകാതെ ആലോചനയുടെ ശ്രീകുട്ടി സെറ്റിയിലേക്കിരുന്നു. അച്ചുട്ടി എവിടെ പോവാ? 3 മണിയൊക്കെ ആയതും അപ്പുറത്തേക്ക് ഓടാൻ തുടങ്ങിയ അച്ചൂട്ടിയോട് ലേഖ തിരക്കി. ഞാൻ വിജയിച്ചേട്ടൻ്റെ ഒപ്പം ചൂണ്ടിടാൻ തോട്ടിൽ പോവാ. ലേഖയോട് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു പെണ്ണ്. ശരാ, ഇതെന്തൊരു ഓട്ടാണ് ഈ പെണ്ണ് ഓടിയത്? കാറ്റുപോലെ പാഞ്ഞു പോയവളെ നോക്കി താടിയിൽ കൈ വെച്ച് നിന്ന് പോയി ലേഖ. നീ എന്താ ഈ താടിയിൽ കൈയും താങ്ങി നിന്ന് ചിരിക്കുന്നത്? കുളിച്ച് തലയും തുടച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന വിലാസിനി മകളോട് തിരക്കി. ഞാൻ അച്ചൂട്ടിയുടെ അപ്പുറത്തേക്കുള്ള ഓട്ടം കണ്ട് ചിരിച്ചു പോയതാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങാനും പോകണ്ടെന്ന് പറഞ്ഞാലോ എന്ന് ഓർത്താണെന്ന് തോന്നുന്നു. ഞാൻ വിജയിച്ചേണ്ട കൂടെ ചൂണ്ടിടാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടായിരുന്നു പെണ്ണ്. അമ്മൂട്ടി എവിടെ അമ്മേ? കാര്യം പറഞ്ഞിട്ട് അതേ ചിരിയോടെ ലേഖ തിരക്കി. കൊച്ചു പഠിക്കുവാണ് ലേഖ. അച്ചൂട്ടിയും അവൾക്കൊപ്പം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നതാണ്. വിച്ചൻ രാവിലെ തന്നെ ചൂണ്ടയിടാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ബാലുവിനോട് അനുവാദമൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ്. അവളുടെ വാത്സല്യം നിറഞ്ഞ ചിരിയോടെ വിലാസിനി പറഞ്ഞു. വിച്ചനെ പോക്കിക്കൊണ്ട് അച്ചൂട്ടി ചൂണ്ടിടാൻ പോയി രാഗിണി. മുറ്റത്ത് ഉണങ്ങാനിട്ട മുളക് വാരിയെടുക്കുകയായിരുന്നു. രാഗിനിയോട് വിളിച്ചു ചോദിച്ചു. ഓവ് നാത്തുനെ, ഇന്ന് പിള്ളേരും മാത്രല്ല ശ്രീയെക്കൂടി ചക്കം വിളിച്ചോണ്ട് പോയെന്നേ. മുളക് വാരി കവറിൽ നിറച്ചുകൊണ്ട് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. വിച്ചൻ കാര്യം പറയുമ്പോൾ നല്ലൊരു മറുപടി അവിടെ ശ്രീകുട്ടി കൊടുക്കുന്നത്. എൻ്റെ ബാലുവിനും കുഞ്ഞുങ്ങൾക്കും ഇനിയുള്ള കാലം കൂട്ടായി ആളുണ്ടാകണേ ഭഗവാനെ. അത് തന്നെയാണ് ദൈവഹിതം എന്നറിയാതെ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ലേഖ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എന്താ വെച്ചാ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഉച്ചയ്ക്ക് നീ ഇത് പറഞ്ഞ നേരം മുതൽ ഞാൻ ടെൻഷൻ അടിച്ചിരിപ്പാണ്. തോട്ടിലേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടിന് ഏറ്റവും താഴെ ചൂണ്ടിൽ ഇര കോർത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് നോക്കിയിരിക്കുന്ന അച്ചുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീകുട്ടി അവനോട് തിരക്കി. എന്തിനിപ്പം എൻ്റെ മാമിക്കുട്ടിക്ക് ടെൻഷൻ? അവളെ മോക്ക് പിടിച്ച് നൂലച്ചുകൊണ്ട് വിച്ചൻ തിരക്കി. അറിയില്ല, നീ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുന്നത് കാണുമ്പോൾ എൻ്റെ അച്ഛൻ സംസാരിക്കുന്ന പോലെ തോന്നും എനിക്ക്. അപ്പോൾ എവിടെ നിന്നറിയാത്തൊരു ടെൻഷനാണ്. വിച്ചിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. അച്ചാച്ചനും മാമിക്ക് ഭയങ്കര പേടിയായിരുന്നു അച്ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. പണ്ട് ഏത് വിഷയത്തിന് മാർക്ക് കുറഞ്ഞ് അച്ചാച്ചൻ മാമി തലയിപ്പോൾ തുണിയിൽ കൂടെ മുള്ളിയതും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വിച്ചൻ ചീരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ഒന്ന് എഴുന്നേറ്റ് പോടാ, എന്നെ കളിയാക്കാതെ. അതൊക്കെ 6-7 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യങ്ങളാണ്. വിച്ചിന്റെ കയ്യിൽ നിന്ന് തല്ലിക്കൊണ്ട് ശ്രീകുട്ടി ചമ്മി ചീരിയോടെ പറഞ്ഞു. അവനതിന് പതിഞ്ഞെന്ന് ചിരിച്ചതേയുള്ളൂ. സംസാരിച്ച് വഴി മാറിപ്പോകാതെ വിഷയത്തിലേക്ക് വാവിച്ച. എന്താ നിനക്ക് പറയാനുള്ളത്? ശ്രീകുട്ടി ഒരധ്യാപികയുടെ ഗൗരവത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കാര്യം പറയാൻ പോവാണ്. ഞാൻ ചോദിക്കുന്നതിനൊക്കെ വ്യക്തമായിട്ട് എന്നോട് മറുപടിയും പറയണം. വിച്ചേനും ഗൗരവത്തിലായി. പറയാം, നീ ചോദിക്ക്.
ശ്രീകുട്ടി താഴെ ഇരുന്ന് തോട്ടിലിട്ട ചൂണ്ടയിൽ ഉറ്റുനോക്കിയിരിക്കുന്നവളെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, മാമിക്ക് അച്ചൂട്ടിയും അമ്മൂട്ടിയും ഒരുപാട് ഇഷ്ടമാണോ? എന്തൊരു ചോദ്യമാണടാ, അവരുടെ പിള്ളേരാണ്, ഞാൻ പ്രസവിക്കാത്ത എന്റെ പൊന്നു മക്കള്. ശ്രീകുട്ടിക്ക് അത് പറയാൻ കൂടുതൽ ചിന്തിക്കണ്ടായിരുന്നു. എന്നാൽ ആ മക്കളുടെ അമ്മയവൻ. ശ്രീപ്രിയയുടെ എക്കാലത്തെയും പ്രണയത്തെ സ്വന്തമാക്കാൻ ഒരവസരം വന്നാൽ ഒരു വിവാഹത്തിന് മാമി സമ്മതിക്കോ? വിച്ചന്റെ ചോദ്യം കേട്ട് പകച്ചിരിക്കുന്നവളുടെ മുഖത്തേക്ക് അവൻ സ്നേഹം നിറഞ്ഞ കണ്ണുകളോടെ അലിവോടെ നോക്കി. നീ നീ ഇതെന്ത് ഭ്രാന്താണ് വിച്ച ഈ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരെങ്കിലും കേട്ടാലുള്ള അവസ്ഥ? നിന്നോട് ഇതൊക്കെ എന്നെ പറഞ്ഞാ മതിയല്ലോ. സ്വയം തലയിൽ തല്ലിക്കൊണ്ട് ഇരുന്നിടത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അവൾ അവനെ തുറച്ചു നോക്കി. മാമി അവിടെ ഇരുന്നേ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്ക്. വിച്ചനവളെ ബലമായി പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ഇതൊരു ആലോചനയായി എന്നോട് പറഞ്ഞത് ലേഖമ്മയാണ്. മാമയ്ക്ക് സമ്മതമാണെങ്കിൽ മാമനോട് പറയാമെന്നാണ് പറഞ്ഞത്. വിച്ചൻ അവളെ നനകൂർന്ന വലിയ കണ്ണുകളിലേക്ക് അലിവോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണ്ട വിച്ച, ഈ ആലോചന അതൊരിക്കലും നടക്കില്ല. കുഞ്ഞേട്ടൻ ഒരിക്കലും സമ്മതിക്കേയില്ല. എനിക്കറിയാത്തതല്ലോ ആ മനുഷ്യനെ. ഇനിയും ആഗ്രഹിച്ച് വേദനിക്കാൻ വയ്യട. അന്നത്തെ പോലെ ആരോടും പറയാതെ എല്ലാം ഉള്ളിലടക്കി സഹിക്കാൻ മനസ്സിന് കട്ടിയില്ല. കണ്ണുകളിൽ നിന്നും ഊർന്നു വീഴുന്ന നീർത്തുള്ളികൾ അവൻ കാണാതെ ഇരിക്കാൻ മുഖം കുനിച്ചിരുന്നാണ് ശ്രീകുട്ടി പറഞ്ഞത്, മാമി ഇന്ന് ലേഖമ്മ പറഞ്ഞത് വെച്ച് നോക്കിയാൽ എന്ത് ചെയ്തിട്ടായാലും ആരെ കൊണ്ടെങ്കിലും മാമനെ അവർ കേൾപ്പിക്കും. കാരണം അച്ചൂട്ടിയും അമ്മൂട്ടിയും ഒരമ്മയുടെ സംരക്ഷണത്തിൽ വളരണമെന്ന് അവർ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. വിച്ചൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ശ്രീകുട്ടി മുഖമുയർത്തി നോക്കുകയോ മറുപടി പറയുകയോ ചെയ്തില്ല. മറ്റൊരാൾ മാമന്റെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ ഈ പിള്ളേരെ മാമയ്ക്ക് കാണാൻ പോലും കിട്ടില്ല. വിച്ച, അവരെന്റെ മക്കളാണ്. അവരെ ഞാൻ ആർക്കും ഇനിയും വിട്ടുകൊടുക്കില്ല. ശ്രീകുട്ടി വിങ്ങലടക്കി പിടിച്ച് കണ്ണും മുഖവും അമർത്തി തുടച്ച് കുറച്ച് താഴെയിരിക്കുന്ന അച്ചൂട്ടിയെ നോക്കി പറഞ്ഞു. അവൾ അതിൽ മാത്രമേ വീഴുന്നുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വിച്ചൻ അങ്ങനെ പറഞ്ഞത്. എന്നാ പിന്നെ മാമനെ കെട്ടിക്കോ. പൂർണ്ണമായും ആ മക്കളുടെ അവകാശം ഇങ്ങ് കിട്ടില്ലേ. അതിപ്പോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ സമ്മതിച്ചാലും എന്നോട് ഒരു തരി പോലും പ്രണയമില്ലാത്ത ഒരാൾക്കൊപ്പം ഞാൻ എങ്ങനെ കഴിയും? അത് ഞാൻ പ്രാണനെ പോലെ കാണുന്ന ആൾ എന്നെ കഷ്ടപ്പെട്ട് സ്നേഹിക്കേണ്ടി വരില്ലേ വെച്ചാ? മുഖം പൊത്തിക്കരഞ്ഞൊരു ശ്രീകുട്ടി തിരക്കി. എന്റെ മാമിക്ക് ഇത്രയും പ്രായമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ഓർത്തു നോക്കിക്കേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരാണ് തന്റെ ജീവനും ജീവിതവും എന്ന് കരുതുന്ന ബാല്യമാമനെ പോലെ ഒരാൾ അവരെ അതുപോലെ സ്നേഹിക്കുകയും കരുതലോടെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുകയും അതോടൊപ്പം ഒരമ്മയുടെ ചിട്ടവട്ടങ്ങളിലൂടെ മക്കളെ വളർത്തുകയും ചെയ്യുന്നത് കണ്ടാൽ ആ ആളെ സ്നേഹിക്കാതെ ഇരിക്കാനും മാത്രം കല്ലൊന്നുമല്ല ബാല്യമാമന്റെ മനസ്സ്. ശ്രീമയെ നോക്കിയേ, എന്റെ ചുണ്ടിൽ മീൻ കുടുങ്ങി. അയ്യോ, എനിക്ക് മീൻ കിട്ടിയേ. ചൂണ്ടയും വലിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടിക്കയറി വന്നവൾ ശ്രീകുട്ടിയെ ചുറ്റിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചൂണ്ടയിൽ കുടുങ്ങിക്കിടന്ന ചെറിയ മീൻ ഉയർത്തി കാണിച്ചു. ശ്രീമ കണ്ടല്ലോ, എന്റെ കുഞ്ഞിപ്പെണ്ണ് വിചാരിച്ചാൽ എന്താ നടക്കാത്തത്? ഇനി മതി കേട്ടോ, കയറി പൊയ്ക്കോ. അവളെ തലയിൽ തലോടി കവളിൽ മുത്തിക്കൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു. ഞാൻ പോവാ ശ്രീമേ, ഇപ്പൊ വരുന്നില്ലേ? ശ്രീ വിട്ട് അല്പം മാറി നിന്നുകൊണ്ട് അച്ചൂട്ടി തിരക്കി. ശ്രീമ അങ്ങ് വരാം, ഇപ്പോ മക്കള് പൊയ്ക്കോ. ശ്രീകുട്ടി പറഞ്ഞതും പെണ്ണ് ചൂണ്ടയിൽ നിന്നും വിച്ചനെടുത്ത് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത മീനുമായി വീട്ടിലേക്ക് ഓടി. വിച്ചാ, ശ്രീകുട്ടി അല്പം നേരത്തെ ആലോചനയ്ക്ക് ശേഷം മെല്ലെ വിളിച്ചു. എന്തേ ഇത്ര പെട്ടെന്ന് ആലോചിച്ചോ? ഒരു തീരുമാനമെടുക്കാൻ സമയം വേണമെങ്കിൽ അങ്ങനെ അലച്ചു പറഞ്ഞാൽ മതി. അവളുടെ മുഖം കാണി അവൻ അങ്ങനെ പറയാനാണ് തോന്നിയത്. എനിക്ക് സമ്മതമാണ് വിച്ച. ഇപ്പൊ നീ കണ്ടില്ലേ എന്റെ അച്ചുട്ടി, അതുപോലെ അമ്മൂട്ടി, അവരെനിക്ക് നൽകുന്ന സ്നേഹം, പരിഗണന, അതൊക്കെ എനിക്ക് മുൻപിൽ മറ്റൊരാൾക്ക് അവർ കൊടുക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആ രണ്ടു മക്കളും എന്റെയാണ്, ഞാൻ പ്രസവിക്കാത്ത എന്റെ കുഞ്ഞുങ്ങൾ. അവർക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കും? അവർക്ക് വേണ്ടി ആരോടും പോരാടും. വിച്ചനെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ആ നിമിഷം അവൾ ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മ മാത്രമായിരുന്നു. എങ്കിൽ ഞാൻ ലേഖമ്മയുടെ സമ്മതം പറയട്ടെ? പറഞ്ഞു. പക്ഷെ കുഞ്ഞേട്ട സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് സമ്മതമാവുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ തന്നെ ഞാൻ അവരെ സ്നേഹിച്ചോളാം. അവിടെ അച്ഛന്റെ താലി ഉണ്ടെങ്കിലേ എനിക്ക് അവരെ സ്വന്തമായി കിട്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നത്. ആലോചനയ്ക്കൊടുവിൽ ശ്രീകുട്ടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ പറഞ്ഞത് സത്യമാണോ ലേഖേ? നീ വിച്ചനോട് എപ്പോഴാ പറഞ്ഞേ? ശ്രീകുട്ടി അവൾ സമ്മതിച്ചോ? അല്ല രാഗിണി, അവൾ എന്തു പറഞ്ഞു? എന്റെ ദൈവങ്ങളെ! ശ്രീകുട്ടി വിവാഹത്തിന് സമ്മതം പറഞ്ഞത് വിച്ചൻ അറിയിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനാവാതെ വിലാസിനെ തിരക്കി. സത്യാണമ്മേ, പക്ഷെ ബാലു, അവൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് സമ്മതം ഉണ്ടാവുള്ളൂന്നാ പറഞ്ഞേ. മാമി അറിഞ്ഞിട്ടില്ല. ബാലുവിനോട് സംസാരിച്ച് അവന് സമ്മതമാണെങ്കിൽ മാമിയോട് ചോദിക്കാനാണ് വിച്ചൻ പറഞ്ഞത്. എന്റെ ഈശ്വര, ആ കുട്ടിയാണെങ്കിൽ എന്റെ പിള്ളേരുടെ കാര്യത്തിൽ ഇനി ഒരു വിഷമവും നമുക്ക് ആർക്കും വേണ്ട. വിലാസിനി കൂപ്പ് കൈയോടെ തന്നെ പറഞ്ഞു. ബാലു സമ്മതിക്കും അമ്മ. അതുപോലെ കുട്ടികൾ അവരുടേത് മാത്രമായിരുന്ന അച്ഛന് വേറെ ഒരു അവകാശം എന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയോ? എടുത്തു ചാടി വിച്ചനോട് പറഞ്ഞും പോയി. ഇപ്പൊ ആകെ ഒരു ടെൻഷൻ.
ലേഖ വിഷമത്തിൽ അവരെ നോക്കി. ഭാര്യനോട് ഞാൻ സംസാരിക്കാം, അവനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാണ്. ഒരമ്മയുടെ കരുതലും സ്നേഹവും ആവശ്യമുള്ള സമയമാണ്. കുറച്ച് വൈകിയാലും അവരത് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ശ്രീകുട്ടി ഇഷ്ടമായതുകൊണ്ട് എതിർപ്പൊന്നും വരാൻ വഴിയില്ല. നിറഞ്ഞ കണ്ണൊക്കെ തുടച്ചിട്ട് വിലാസിനി പറഞ്ഞു. അമ്മ എന്തായാലും പതി അവനോട് പറഞ്ഞ് സമ്മതം വാങ്ങിക്കും, എന്നിട്ട് നമുക്ക് മാമയോട് സംസാരിക്കാം. ഒരു ദീർഘനിശ്വാസത്തോടെ ലേഖ പറഞ്ഞു. ലേഖ പറഞ്ഞതിന് വിലാസിനി ഒന്ന് മൂളി.